നമസ്കാരം. അങ്ങനെ നമ്മൾ രണ്ടാളും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്തത്, കുറച്ച് തിരക്കിലെല്ലാം പോയി. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടല്ലാന്ന് നമ്മളെ മുമ്പോട്ടുള്ള യാത്രയിൽ പ്രധാനം. അപ്പോൾ നല്ല ബ്ലോക്കിലാന്നുള്ളത്. ബ്ലോക്ക് നാളെ പെരുന്നാളാന്ന്, അതിന്റെ ബ്ലോക്ക് ഉണ്ട്. പിന്നെ സിനിമേന്റെ ബ്ലോക്ക്. സിനിമ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. എമ്പുരാൻ ഇപ്പം എല്ലാടെയും ചർച്ച എമ്പുരാനല്ലേ. നമ്മളും ഇന്ന് എമ്പുരാനും പോകണമെന്നുണ്ടെന്നാ പറയാൻ വന്നത്. പോകണമെന്നുണ്ടെന്നല്ല, എമ്പുരാൻ റിലീസ് ആകുന്നതിന് മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ടിക്കറ്റ് ഇന്ന് വൈകുന്നേരത്തേക്കാന്നേ. അപ്പൊ ഇന്നിപ്പോ ഉച്ച ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നെന്താ പരിപാടി? ഇന്നൊരു കുട്ടിയുടെ പേര് വിളിയുണ്ട്, അവിടത്തേക്കാണ് ഇപ്പൊ യാത്ര. അത് കഴിഞ്ഞിട്ട് വേണം സിനിമ കയറാൻ, അത് കഴിഞ്ഞിട്ട് വേണം തെയ്യം കാണാൻ. ഇന്ന് ഫുൾ പ്ലാൻ ആണ്. അപ്പൊ ഇന്നലെ മുതലേ ഉത്സവങ്ങളിലും അടിയിടെല്ലാം ഉള്ളത്, അതിന്റെ എല്ലാം വീഡിയോസ് വരാനുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഒരു കസിൻ ബ്രദർ കുട്ടീന്റെ പേര് വിളിയെല്ലാം ഉണ്ട്, അവിടത്തേക്കുള്ള യാത്രയാണ്. അപ്പൊ അങ്ങോട്ടേക്കാണേ പോന്നത്. അപ്പൊ കുട്ടിക്ക് ഡ്രസ് എടുക്കണം ആദ്യം. ഫസ്റ്റ് അതാണേ ചെറിയൊരു പർച്ചേസ്, വലിയൊരു പർച്ചേസ് അല്ലേ. നമ്മളുടെ SM പാർക്ക്. അങ്ങനെ നമ്മള് ടൗണിലേക്ക് എത്തി. ടൗണില് SM പാർക്കിന്റെ ഇപ്പുറം കുട്ടികളെ എന്തെല്ലാം വെക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇത് ഫസ്റ്റ്. അപ്പം ഇതാണ് ഫസ്റ്റ് ക്രൈ. അപ്പൊ ഇവിടെ കുട്ടികളെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് വാങ്ങാം. അങ്ങനെ നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞ്. ഷോപ്പിംഗ് തന്നെ കുട്ടിക്ക് 2 ഡ്രസ് എടുക്കില്ലാന്നേ. അപ്പം ഫസ്റ്റ് ക്രൈ നമ്മൾ ഇറങ്ങി, കുറച്ച് ലേറ്റായി. പിന്നെ നല്ല സെലക്ഷനിലുള്ള ഒരു ഇതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടില് കാര്യങ്ങൾ, അങ്ങനെ കുറെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട് റോഡില്. നമ്മളെ റോഡിലെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകില്ല എന്നുള്ളതാണ്. നമ്മള് റൈറ്റ് സൈഡിലോട്ടാ സ്പീഡ്, ശരിക്കും പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടാ സ്പീഡിൽ പോകുന്ന ഓട്ടറാണ് റൈറ്റ് സൈഡിലോട്ട് പോകേണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ലോയിൽ പോകുന്ന ഓട്ടറാണ് റൈറ്റ് സൈഡിലോട്ട് പോവാ. ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഹോൺ അടിച്ചാൽ വരെ ലെഫ്റ്റ് അടുപ്പിച്ച് തരൂല. അതാണ് നമ്മളെ മെയിൻ പ്രശ്നം റോട്ടുമിലുള്ളത്. ചില ആൾക്കാർ എത്ര ഹോൺ അടിച്ചു കഴിഞ്ഞാലും ലെഫ്റ്റ് ഇതാക്കി തരുകയില്ല. അപ്പം പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഓവർടേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ സംഭവം പെരുവിളിന്റെ സമയം ഏകദേശം ആവാനായി. പൊതുവെ നമ്മളെല്ലാടെയും എത്ര ലേറ്റ് തന്നെയാണ്. ലേറ്റ് ആയിരിക്കും. അങ്ങനെ ലേറ്റ് ആവില്ല. അപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചാനല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കൂല. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ. ഇനി കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് അറിയാം, എന്നാലും ഇതെല്ലാം ഒരു രസത്തിന് വേണ്ടിട്ട് ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ജോലി എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോഴുള്ള വീഡിയോസ്, അത്യാവശ്യം നമ്മൾ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴുള്ള വീഡിയോസ്, എവിടെയെങ്കിലും ഇങ്ങനെ ചെറുങ്ങനെ പോകുമ്പോഴുള്ള വീഡിയോസ്, അതെല്ലാം നമ്മളെ ചാനലിൽ ചെയ്യല്. ഭയങ്കരമായിട്ടുള്ള വേറെ ഇതൊന്നുമില്ല, സാധാരണ ഒരു നോർമൽ ചാനലാണ്. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് സെക്ഷനിൽ നമ്മളെങ്ങനെ ഇനി മെച്ചപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അല്ലെങ്കിൽ നമ്മളെ ഇനി എങ്ങനെ നമ്മുടെ ചാനല് കുറച്ചും കൂടി നന്നാക്കാന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. നിങ്ങൾ പല ചാനലും കാണുന്നതാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മുടെ ചാനലും
എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാമെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടി എങ്ങനെയൊക്കെ പുതുമകൾ കൊണ്ടുവരാമെന്നോ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ കമൻറ്റും നമ്മൾ വായിക്കലുണ്ടേ. പിന്നെ എല്ലാ കമൻറ്റും ലൈക്ക് ചെയ്യലുണ്ട്. അഭിപ്രായങ്ങൾ അധികം എഴുതി വെറുപ്പിക്കല്ല. അപ്പോൾ നിങ്ങൾ എഴുതുന്ന എല്ലാ അഭിപ്രായങ്ങളും വായിക്കലുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളെ എല്ലാ സഹകരണങ്ങളും നമ്മുടെ ചാനലിന് ഉണ്ടാവണം. നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേയിലേക്ക് കയറലാണ്. നമ്മളിപ്പോൾ ഉള്ളത് നിലവിലുള്ളത് കീത്തല്ലി ബൈപ്പാസ്. ഇനി ഇവിടുന്ന് ഇനി പുതിയ ഹൈവേന്റെ പണിയെല്ലാം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കിട്ടലുണ്ടാ എപ്പോ? ഈടെ ബിരിയാണി വേണ്ട, ഈടെ ഉപ്മാവും കടലയും. ഒരു പൊരിച്ച കാലായിട്ട് എടാ എനിക്ക് കാലെന്നെ കിട്ടിയല്ലോ. മാമ കാലെന്നെ തന്നിട്ട് എനിക്ക്. ഹലോ, എനിക്ക് ഉപ്പുമാവ് തരുമോ? എടാ നമ്മക്കൊന്നും തന്നില്ല, അതിന്ന് തിന്നു. എടാ നമ്മക്കൊന്നും നമ്മളെല്ലാം കാലി, എനിക്ക് മാത്രമേ ബിരിയാണി ഉള്ളൂ. അവന്റെ കാലെടുത്തോ നിങ്ങള്? ഈ കാലി ഞാൻ എടുക്കട്ടെ? എനിക്ക് കാല് ഇഷ്ടമല്ലല്ലോ, കാല് കടിച്ചു പറിക്കുവാ. എടാ അച്ഛൻ്റെ അവിടെ ഇല്ല പൊരിച്ച കോയിന്റെ കാല്. എനിക്ക് പൊരിച്ച കോയില്ല, അച്ഛന് പൊരിച്ച കോയിന്റെ കാല്. എനിക്ക് സാധാരണ കാല്. നോക്കിയാട്ടെ. ആ ഇതാ അച്ഛന്റെ ഇലയിൽ നോക്കിയാട്ടെ, പൊരിച്ച കോയിന്റെ കാല്. അതിപ്പോ ഞാൻ എടുക്കും. എനിക്ക് സാധാരണ കാല്. ഞാൻ എന്റെ അച്ഛനെ ലിങ്കി എടുത്തിട്ടില്ലല്ലോ. ഞാൻ അത് പാപ്പന് കാലില്ല, കളിയാക്കണം. പാപ്പന് കാല് കിട്ടിയിട്ടില്ലല്ലോ, എന്താ ചെയ്യാ? എന്റെ കാല് ഞാൻ എടുക്കട്ടെ? ഇത് എനിക്ക് തരാം. അതാ എനിക്ക് പൊരിച്ച കോയും കിട്ടിയല്ലേ. ഒരു കാര്യം ചെയ്യാം, പാപ്പന്റെ സാധാരണ ചിക്കൻ എനിക്ക് തരാം, ആ കാല് പാപ്പൻ എടുക്കാം. അങ്ങനെ നമ്മൾ പേരുവിളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ സൈഡായിട്ട് സലാഡും പിന്നെ
അച്ചാറും. അപ്പോൾ ആദ്യം ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് ആ റൈസിലോട്ട് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് സലാഡും കുറച്ച് അച്ചാറും, പിന്നെ ഇന്ന് പൊരിച്ച ചിക്കൻ ഉള്ളതുകൊണ്ട് ഒരു പീസ് പൊരിച്ച ചിക്കൻ കൂടി അതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് എല്ലാം കൂടി ആ റൈസിലേക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ബിരിയാണിയാണ് ഇന്ന് കഴിച്ചത്. രണ്ടാമത് ആ പൊരിച്ച ചിക്കൻ പീസ് മാത്രം പൊട്ടിച്ചിട്ട് റൈസിലോട്ടേക്ക് വെച്ചു. എന്നിട്ട് കുറച്ച് സലാഡും അതുപോലെ തന്നെ അച്ചാറും അതിൻ്റെ കൂടെ വെച്ചിട്ട് ആ റൈസും ചിക്കൻ പൊരിച്ചതും എല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് എഴുന്നേറ്റത്. ഹായ്. അങ്ങനെ നമ്മള് പേരുവിളി ചടങ്ങെല്ലാം മനോഹരമായിട്ട് കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാം നിങ്ങളെല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മള് തിരിച്ച് ടൗണിലെത്താനായി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് 4:30 മണിക്ക് എമ്പുരാൻ ഷോ ബുക്ക് ചെയ്യുന്നു. സമയം ഇപ്പൊ 4 മണിയാവാനായി. അപ്പം എമ്പുരാന് കയറേണ്ട പരിപാടിയിലുള്ള. അപ്പൊ പടം റിലീസാകുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തതാന്നേ സൺഡേയിലേക്ക്. അന്ന് റിലീസാകുന്നതിന്റെ തലേന്ന് നോക്കുമ്പോ തന്നെ ഏകദേശം പകുതിയോളം സീറ്റ് ഏകദേശം ഫുള്ളേനു. അപ്പോൾ ലേറ്റ് ആക്കാണ്ട് തന്നെ അന്നേരം ബുക്ക് ചെയ്തതാണ്. ഇപ്പം വിവാദമെല്ലാം ആയതുകൊണ്ട് ഇന്നലെ മുതലേ ഭയങ്കര എവിടെയും ടിക്കറ്റ് ഇല്ലാന്നാണ് അറിയുന്നത്. ഇന്ന് വരെ ഇപ്പം അറിയില്ല ഏതെല്ലാം ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടോ. ഇപ്പം കുറച്ചു മുമ്പേ ഞാൻ ഇതിന്റെ അകത്ത് കണ്ടത് എവിടെയെല്ലാം മ്യൂട്ടാക്കിയിട്ടെല്ലാം കാണിക്കുന്നന്ന് അറിയില്ല. ഇനി പോയി നോക്കണം. അപ്പം പോയി കണ്ടതിന് ശേഷം ഇനി ഇന്നത്തെ വിശേഷം കഴിയാനും ആയില്ല. പറയും പോലെ എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം ഒരു തെയ്യം കാണാൻ പോണം. അതായത് ഇവിടെ ഏച്ചിന്റെ നാട്ടില് ഒരു വയൽത്തറയുണ്ട്. അവിടെ മാക്കും മക്കളും തെയ്യമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊന്നും നമുക്ക് കാണണമെന്നിങ്ങനെയുണ്ട്. അപ്പൊ ഇനി പടം കഴിഞ്ഞിട്ട് പടം 4:30 തുടങ്ങിയാൽ എന്തായാലും 3 മണിക്കൂറാണല്ലോ പറയുന്നത്. അപ്പൊ 7 മണി കഴിയും. ഇനി കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ കഴിയായിരിക്കും. എന്താ അവസ്ഥ അറിയില്ല, അപ്ഡേറ്റ് അറിയില്ല അവർക്ക്. അപ്പൊ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വയൽത്തറയും കൂടി കണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ തീരുക. അപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ കണ്ണൂരിലുള്ള പണ്ട് മുതലേയുള്ള പ്രധാനപ്പെട്ട സിനിമ പ്രദർശനശാല, സവിത ഫിലിം സിറ്റി. ഇതിൻ്റെ അകത്ത് 3-4 തിയേറ്ററുകളുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് മാത്രമല്ല, അതുപോലെ തന്നെ ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു വിവാദമൊക്കെ കത്തി നിൽക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമുക്ക് സിനിമാ തിയേറ്ററിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എമ്പുരാൻ പടം റിലീസാകുന്നതിൻ്റെ തലേന്ന് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സവിത ഫിലിം സിറ്റിയിലെ പുതിയൊരു കൗണ്ടറാണ്. ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ, നല്ല അടിപൊളി കൗണ്ടർ. അപ്പോൾ ഒരാളിവിടെ ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പടം കാണുന്നതിൻ്റെ ഇടയ്ക്ക് കൊറിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ഉൾഭാഗം. നല്ല വലിയ തിയേറ്ററാണ് സവിത. അങ്ങനെ നമ്മൾ എമ്പുരാൻ പടം കണ്ടിറങ്ങി. നല്ല അടിപൊളി കിണ്ണം കാഴ്ച പടം. ഫുൾ അടിപൊടി അങ്ങനെയുള്ള പരിപാടിയാണ് കൂടുതലും. നമ്മളെ പോലത്തെ ആക്കാനും പറ്റൂ, ഇവക്ക് പറ്റൂല. സത്യം പറഞ്ഞാല് ഇവക്ക് അങ്ങനത്തെ പടം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നും വിചാരിക്കണ്ട, ഞാൻ ഇങ്ങനത്തെ പടം അധികം കാണാറില്ല, അതുകൊണ്ടാണ്. അപ്പം ഒരു മോഹൻലാൽ ഫാൻസിനെല്ലാം നല്ല ഒരു വിരുന്ന് തന്നെയാണ് അങ്ങനത്തെ ഒരു പടമാണ്. ഒന്നാമത് അതിന്റെ മേക്കിങ് നല്ല, എന്താ പറയാ, നല്ല മലയാളം പടം കാണുന്ന ഒരു ഫീലേ അല്ല. അതിന്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് തിന്നിയാന്നേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിനിയിപ്പം ഒരു വയൽത്തറയുണ്ട്, അതിവിടെയൊക്കെ പോകുന്നതാണ്. അപ്പൊ എല്ലാം കൂടി ഈ വീഡിയോയിലാകുമ്പോൾ കുറേ ലെങ്തി ആയി പോകും. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യലാണ്. ബാക്കി വയൽത്തറേന്റെ വീഡിയോ നമ്മളവിടെ എത്തുമ്പോഴേക്ക് കയ്യോ തോറ്റെല്ലാം കയ്യോ എന്നറിയില്ല. മാക്കവും മക്കളെ വീഡിയോ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒരിക്കലും കൂടി പറയുന്നതാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.